നമുക്ക് ഫോട്ടോഷോപ്പിലെ അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ടൂള് ശരിക്കും എന്താണെന്നുള്ളതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാലോ. ഈ ഒരു വീഡിയോ മിസ്സാവാതിരിക്കാൻ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഹലോ ഡിസൈനേഴ്സ്, ദിസ് ഈസ് ഡേ 33 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഇമേജ്. അപ്പം ഇവിടെയാണ് നമുക്ക് ബ്രഷ് ടൂളിന്റെ താഴെയാണ് അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഇത് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തൊട്ട് മേലെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പാനലിൽ നമുക്ക് ബ്രൈറ്റ്നസ്, ലെവല്, കർവ്, എക്സ്പോഷർ മുതൽ കുറേ സംഭവങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഹ്യൂ സാച്ചുറേഷൻ എടുത്തിട്ട് എയറിലേക്ക് പോയി ഒന്ന് ബ്രഷ് ടൂൾ ഒന്ന് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹ്യൂ സാച്ചുറേഷന്റെ പ്രോപ്പർട്ടീസിൽ അതിന്റെ ഓപ്ഷൻസ് വരും. അതിൽ ഞാൻ സാച്ചുറേഷൻ ഒന്ന് കുറച്ചിട്ട് ഞാൻ വരയ്ക്കാന്നുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആവുകയും നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ പോലെ അത് വരും. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് കളർ കൊടുക്കും. എഗെയിൻ എനിക്ക് ഇതിന്റെ സാച്ചുറേഷൻ ഒന്ന് കൂട്ടണം. സാച്ചുറേഷൻ വിടും, നമുക്ക് അടുത്തിലോട്ട് പോകാം. ഹ്യൂ സാച്ചുറേഷൻ മാറ്റിയിട്ട് നമുക്ക് അതിനൊന്ന് പോസ്റ്ററൈസ് ചെയ്യാം. ജസ്റ്റ് പോസ്റ്ററൈസ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇമേജിന്റെ മേളിൽ കൂടെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ ഒരു ഫേസ് മാത്രം പോസ്റ്ററൈസ് ആവുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഈ അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ടൂൾ എടുത്തിട്ട് ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും ഇവിടെ ഓരോ ലെയർ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ലെയർ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. അതിനുശേഷം ഞാൻ അടുത്ത മാറ്റാൻ പോകുന്നത് വൈബ്രൻസ് ആണ്. എഗെയിൻ വൈബ്രൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസിൽ നമുക്ക് അതിന്റെ സാച്ചുറേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട സ്ഥലത്ത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ചൊക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ പാനലിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഈ ഒരു പാനലിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.